ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം പോണത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് ഞാൻ എൻ്റെ കുറേ പഴയ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി എന്നുള്ളത്. ചില വീഡിയോയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയതും ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഇന്നും കൂടി പോയാൽ മതി റൂട്ട് കനാലിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. ഇക്കാക്ക് ഇനിയും 2 വട്ടമൊക്കെ പോകണം തോന്നുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ദുബായിൽ പോകുന്നുണ്ട്. പല്ലുവേദന അതെ മുന്നേ നോക്കിയടാ. പിന്നെ കയ്യിലെന്താ ഇടൂലല്ലേ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ. ഇതിലാണ് നമ്മുടെ ഡോക്ടർ ഉള്ളത്. സാധാരണ നമ്മൾ വരുമ്പോൾ അവിടെയാണ് റിസപ്ഷൻ. അവിടെ നിന്ന് ഫയൽ ഓപ്പൺ ചെയ്തിട്ട് വേണം വരാൻ. പക്ഷെ ഇപ്രാവശ്യം നമ്മളോട് ഫയൽ ഓപ്പൺ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടോ. ഹോസ്പിറ്റലിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് പല്ല് ക്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പോവാട്ടോ. നമ്മളിനി ദുബായിലേക്ക് നേരെ പോവാം. ഓക്കെ, നമ്മളിതാ പെട്രോൾ അടിക്കാൻ വന്ന ഇത് തന്നെ നമ്മുടെ അല്ലേ. 34 ഉണ്ട്. 34, 37, 38 ദിറംസ്, 40, 41, 42 അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ 1 ലിറ്റർ പെട്രോളിന് എത്രക്കാ? 3 ദിറംസാ. ഇപ്പോ 50 ഇതായി ദിർഹം. 17.065 ലിറ്റർ. ഇതോ ഈ റോഡിന്റെ പേരെന്തായാലും ഉണ്ടോ? ഇല്ലല്ലോ. E11 റോഡില്ലേ. ഈ ടൈം ആയാലും ബ്ലോക്ക് ഉണ്ട് അല്ലേ. ബെൽറ്റൊക്കെ ഇട്ട് ഇരിക്കണുണ്ടോ? അമ്മിന്റെ സുന്ദരിയാണത്. എന്താ മുണ്ടാത്ത മുന്ന മറിയ? ഹലോ, എന്ത് പറ്റി? അവിടെ ഇരുന്നോ കുറച്ചു നേരം കേട്ടോ. മാക്സ് അഡിഡാസിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ ലൈഫ് എന്ന് പറയണത് ഫാർമസിയാണ്. ലൈഫ് ഫാർമസി. ഈ സബ്വേ ഇത് കണ്ടോ? ഈ സബ്വേ എന്ന് എഴുതിയേക്കണത് കണ്ടോ? അതെന്താ വെച്ചാൽ അതിന്റെ അടിയിൽ കൂടി നമുക്ക് നടന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അതാണത്. ഇപ്പൊ ഈ നമുക്ക് ഈ റോട്ടിൽ കൂടി ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, വണ്ടിയൊക്കെ കുറേ ഉള്ളതുകൊണ്ട്. അപ്പൊ ആ സബ്വേ വഴി ഇറങ്ങിയിട്ട് ഈ പാലത്തിന്റെ അടിയിൽ കൂടി നമുക്കിങ്ങനെ നടന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ പറ്റും റോഡിന്റെ. അതാണ് സബ്വേ എന്ന് പറയണത്. ബെൽറ്റ് എഴുന്നേറ്റാ മുന്നേ മോളെ എവിടെ പോകുവാണ്? എന്തൊക്കെ വാങ്ങാനാ പോണത്? വെജ്മി നമ്മുടെ അവിടെ ഉണ്ട്. ഈ വെജ്മി അതാണ്. ആ വെജ്മിയാണ് ഈ വെജ്മി. അവർക്ക് റാസൽ കൈമയിലുണ്ട് അല്ലേ, കൊറേ സ്ഥലത്ത് ഉണ്ട് തോന്നുന്നുണ്ട്. ക്വാളിറ്റി ഫുഡും ആണ്, പിന്നെ വിലയുമില്ല, നല്ല ടേസ്റ്റില്. ഈ ശരവണ ഭവന്റെ ഒക്കെ പോലെ തന്നെ. ശരവണ ഭവനാണെങ്കിൽ നല്ല വിലയും കൊടുക്കണം. ഞാൻ പറഞ്ഞ ഇതാണ് 4 പള്ളിയുണ്ട്. എവിടെ?
ഒരു പള്ളി കണ്ട്. 2 3 കണ്ട് അടുത്തടുത്ത് പള്ളി അല്ലേ? ഇവിടെ ഒന്ന്, അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഇപ്പുറത്തെ സൈഡില് അവിടെ 4 പള്ളി ഒരുമിച്ചല്ലേ? കണ്ടോ, ഇതാ ഒരു പള്ളി. ഈ സ്ഥലത്തിന്റെ പേരെന്താ? മംസാർ. ഇവിടെ അല്ലേ ബീച്ചൊക്കെ ഉള്ളത്? മംസാർ ബീച്ചൊക്കെ ഇവിടെയാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഒരാളെ സൈഡായിട്ടുണ്ട്. നമ്മൾ ഏകദേശമൊക്കെ എത്താനായില്ലേ? ഒരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ എത്തൂല്ലേ? ദുബായ് ആണിത്. മറ്റേ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന്റെ മുന്നിൽ കൂടി അല്ലേ പോണത്? അവിടെ കാണുന്നതാണ് നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്. നമ്മൾ അതിന്റെ ഒരു വീഡിയോ ഓൾറെഡി ദുബായ് വാഹിദ് ദുബായ് ഒക്കെ ഉള്ള നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലില് ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോവുക. കുറേ മുമ്പിട്ടതാണ് കേട്ടോ. കാരണം ഞാൻ ദുബായിൽ വന്ന സമയത്ത് ഇട്ട വീഡിയോ ആണ്. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് കേട്ടോ. ഇത് ഫിഷ് മാർക്കറ്റ് ഉണ്ട്. നമ്മുടെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഫിഷ് ഉണ്ട്, മീറ്റ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്, ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അതിൽ നമുക്ക് ആ വീഡിയോക്ക് നമുക്ക് ഏകദേശം 20K വ്യൂസ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഫുള്ള് കാണണം എന്നുള്ളവരൊക്കെ ആ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ഇതാണ് ഈ സ്ഥലമാണ് ദേര വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ തന്നെ എത്തൂട്ടാ. ദേരയും ദുബായി അധികം ഡിസ്റ്റൻസ് ഇല്ലല്ലോ അല്ലേ? ഇത് നമ്മളിപ്പോൾ ഈ പോവാൻ പോണത് ഏറ്റവും പഴക്കം ചെന്ന ടണലിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ദിസ് വൺ അല്ലേ? രാത്രി ആയതല്ല പൊന്ന, പഴക്കം ചെന്നതെന്ന് വെച്ചാൽ അപ്പൊ ഇതിന് എത്ര പഴക്കം ഉണ്ടാവും? 60 കൊല്ലോ? രാത്രി പോകണ്ട. അപ്പൊ നമ്മള് പുറത്തെത്തും കേട്ടോ. ഇതിന്റെ മുകളിൽ എന്താ? എന്നിട്ട് അതെങ്ങനെ വെള്ളം മാറ്റി റോഡാക്കി? എന്തുണ്ടാക്കി? ഇത് കണ്ട, ഈ സൈഡില് നമ്മള് ഇതാണ് കടലോ കായലോ ആണിത് അല്ലേ? എന്താ കപ്പല്. പിന്നെ നമ്മള് ഇവിടെ ഇതിന്റെ അപ്പുറത്തായിരുന്നു നമ്മൾ ദുബായിൽ വന്നപ്പോ നിന്നിരുന്ന കേട്ടോ. കാണിച്ചു തരാം റൂമൊക്കെ. കപ്പലും ബോട്ടും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിന്റെ ഒരു ഭാഗത്താണ് അബ്ര സ്റ്റേഷനൊക്കെ ഉള്ളത്. ക്യൂൻ എലിസബത്തിന്റെ ഷിപ്പ് കണ്ടോ? ഷിപ്പ് കണ്ടോ? അതാണ് ആ ഒരു റെഡ് കാണുന്നുണ്ട്. അതാണ് ക്യൂൻ എലിസബത്തിന്റെ ഷിപ്പ്. 130 റംസ് ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളില് കേറാം. അതിന്റെ ഉള്ളില് കേറാ. വണ്ടി ഓടൊന്നുമില്ല. ഉണ്ട്. നമ്മുടെ വണ്ടിയാണോ ഒച്ച? നമ്മൾ മെയിനായിട്ട് ഇന്ന് ദുബായിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉമ്മച്ചീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ നെയ്യ് കിട്ടുവാണെങ്കിൽ വാങ്ങി വെക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇരിങ്ങാട്ടിയിൽ അല്ല, ഏപ്പിക്കാടുള്ള ഒരു താത്തയുണ്ട്. ആ താത്ത ഇങ്ങനെ ഉണ്ടാക്കണുണ്ട് എന്ന് ഉമ്മച്ചീനോട് പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചി
അവിടെ നിന്ന് ഓൾറെഡി ഒരു 2 കുപ്പി നെയ്യ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കൊച്ചു എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു ഡെയിലി വ്ളോഗ് ഇട്ടപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബി11ലൊക്കെ പോയൊരു വീഡിയോ, നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബി11ലൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞിരുന്നു കൊച്ചുമൊക്കെ താമസിക്കുന്നത് വില്ലയിലാണെന്നൊക്കെ. അപ്പോൾ ഈ കൊച്ചുവിൻ്റെ ബ്രദറുണ്ട് അഷ്റഫ്, ഇക്ക നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഇക്കാൻ്റെ കൊടുത്ത് അയക്കുക ചെയ്ത് കേട്ടോ നെയ്യ്. അപ്പോൾ അവർ ഈ അഷ്റഫൊക്കെ താമസിക്കുന്നത് അബുദാബിയിലാണ്. പക്ഷെ അവർക്ക് ബർദുബായിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വന്ന് വാങ്ങാൻ സൗകര്യം ബർദുബായി ആയതുകൊണ്ട് അവിടെ വന്ന് നമ്മൾ സാധനം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇവിടെ വന്നതാണ് കേട്ടോ. അപ്പം പിന്നെ മുന്നമോൾക്ക് എന്തൊക്കെയോ വേറെ സ്പൈഡർമാൻ, ഡോക്ടർ സെറ്റ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്പൈഡർമാൻ കൈ കിട്ടിയിട്ടുള്ള സന്തോഷമായിട്ടായി കാണുന്നത്. പിന്നെ ഒരു ഡോക്ടർ സെറ്റും കൂടി ഉണ്ട്. അത് ഞാൻ പിന്നെ അവിടുന്ന് പൊട്ടിച്ചില്ല. അവിടുന്ന് പൊട്ടിച്ചാൽ പിന്നെ അവൾക്ക് പിന്നെ അത് എടുത്തു വെക്കാൻ ഭയങ്കര പാടായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചിനി നമ്മൾ നാദൽ ഷിബയിലേക്കാണ് പോണത് അല്ലേ? അങ്ങോട്ടാണ് പോണത്. അവിടെ ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ പോണത്. നല്ല ടേസ്റ്റ്, ഞങ്ങൾക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു സാധനം ഉണ്ട് അവിടെ. അപ്പം അങ്ങോട്ടാണ് പോകാൻ പോണത്. കാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മാളുണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദുബായ് ഫ്രെയിമാണ് കേട്ടോ ഈ കാണുന്നത് ഫ്രണ്ട്സ്. കണ്ടോ, ദുബായ് ഫ്രെയിമാണത്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ പറ്റൂട്ടാ. 50 ദിർഹംസാന്ന് തോന്നുന്നുണ്ട് ഒരാൾക്ക് കയറാൻ. ബുർജ് ഖലീഫയാണ് ആ കാണുന്നത്. കാണുന്നുണ്ടോ ഈ മരങ്ങൾ കൊണ്ട്? കാണാം, കണ്ടോ, ബുർജ് ഖലീഫയാണത്. കണ്ടോ, ബുർജ് ഖലീഫ മാത്രം മോളില്. ബാക്കി ബിൽഡിങ്ങുകളൊക്കെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. പക്ഷേ ബുർജ് ഖലീഫയാണല്ലോ. അപ്പൊ ഇതാണ് നാദൽ ഷിബ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് എൻ്റെ ഫ്രണ്ട് ഉള്ളത്. അപ്പോൾ ഫ്രണ്ടിനെ പോയി പിക്ക് ചെയ്തിട്ട് വേണം. ഫ്രണ്ടിൻ്റെ അടുത്ത് എത്തി. ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ദുബായ് പബ്ലിക് പാർക്ക് നമ്മൾ കണ്ടത് കേട്ടോ, ഫ്രണ്ടിൻ്റെ റൂമിൻ്റെ അടുത്തുള്ള. അപ്പോൾ മുന്നമോളോട് വെറുതെ ഒന്ന് ചോദിച്ചത് എനിക്ക് പാർക്കിൽ കയറണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ നട്ടുച്ച സമയമല്ല, എന്നാൽ പോലും UAE ക്ലൈമറ്റ് വെച്ചിട്ട് ഒരു ടൈം ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മണിയായിട്ടും വെയിലുണ്ടായിരുന്നു. എന്നാൽ പോലും മുന്നേ കുറേ ദിവസമായി പാർക്കിലൊക്കെ വന്നിട്ടിട്ടാ. നമ്മൾ നല്ലൊരു തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ള നാസറിയ പാർക്കിൽ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ പോവുമായിരുന്നു. പിന്നെ ചൂടായത് പിന്നെ തീരെ പോവാറേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവളോടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചോളൂ പാർക്കിൽ പോകണം. അപ്പോൾ അവളപ്പത്തിന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ എനിക്ക് മതിയായി. കാരണം ഭാഗ്യത്തിന് പിന്നെ ഇന്ന് ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇത് ഈ കാണുന്നത് ഒരു സ്കൂളാണ്, ഈ നാദൽ ഷിബയിലുള്ളൊരു സ്കൂളാണിത്. ഇപ്പോൾ നമ്മൾ പോകാൻ പോണത് എനിക്കും ഇക്കാക്കും മുന്നമോൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. അവരുടെ പേര് ക്രേപ്പ് എന്നാണ്, അവരുടെ ഷോപ്പിൻ്റെ തന്നെ പേര് ക്രേപ്പ് എന്നാണ്.
അവിടെ കുറേ ഡെസേർട്ട് ഐറ്റംസ് ആണുള്ളത്. പാൻ കേക്ക്, ബ്രൗണി, പിന്നെ ജ്യൂസസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ക്രേപ്പ് 76 എന്നുള്ള ഷോപ്പിൽ നിന്ന് ഫസ്റ്റ് ഓർഡർ ചെയ്ത ഡെസേർട്ട് കേട്ടോ. അയ്യോ ഇത് അടിപൊളിയായിരുന്നു. ഇത് നമ്മൾ ഓർഡർ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് കകാൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നപ്പോൾ, കകാൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഷെബീർ എന്നാണ്. ഷെബീറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഷെബീർ ഓൾറെഡി വാങ്ങി വെച്ചിരുന്നത്. അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ വീണ്ടും നമ്മളിത് ഓർഡർ ചെയ്ത്. പിന്നെ വേറൊരു സാധനമുണ്ട്, പാൻ കേക്ക്, അതും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ചോക്ലേറ്റ് പാൻ കേക്കാണ് ഓർഡർ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ലോട്ടസ് ബിസ്കോഫിൻ്റെയും പിസ്തേൻ്റെയും 2 ഫ്ലേവറും കൂടി കൂടിയ പാൻ കേക്ക് ആട്ടോ. ഇതാട്ടോ പാൻ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോരുക ചെയ്തേട്ടാ. കകാൻ്റെ ഫ്രണ്ടിനെ, നമ്മുടെ ഷെബീറിനെ റൂമിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്ത് എന്നിട്ട് നേരെ നമ്മൾ നമ്മുടെ ഷാർജയിലേക്ക് പോകുന്നു. ഷാർജയിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ അയ്യോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ടൈം ട്രാഫിക്കിൽ കിടന്ന്. എന്നിട്ട് പിന്നെ വീട്ടിലെത്തണതിന് മുന്നേ തന്നെ മുന്നമോൾ ഉറങ്ങി. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ മുന്നമോൾ എഴുന്നേറ്റത്. ഇനി ഇപ്പം നമ്മൾ നോർമലി ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ അങ്ങനെ പോകാറൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ പോകണം. ഇന്നലെ ഇപ്പോൾ റാസൽ കൈമയിൽ പോയി, ഇന്നിപ്പോൾ അതേ ദുബായിൽ പോയി. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇനി എവിടെയും പോകാനില്ലെന്നാണ് തോന്നണത്. ഇതുവരെ പ്ലാനിങ്ങുകളൊന്നുമില്ല. അതും നമ്മളെന്തെങ്കിലും ആവശ്യം വരുമ്പോഴാണ് ഇങ്ങനെ പോണത്, പുറത്തേക്ക് ഇറങ്ങണത് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഔട്ടിങ്ങിന് പോകൽ ഇപ്പോൾ ചൂടായതുകൊണ്ട് വളരെ കുറവ്. ഇതൊരു സിറ്റി സെൻറ്ററാണ് കേട്ടോ, മിർദിഫ് സിറ്റി സെൻറ്ററാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.